നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ നിധി പറ്റിയത്? അമ്മയുടെ പ്രാണൻ എന്ന് പറയുന്നത് ഗൗതം. ആ ഗൗതം വീട് വിട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ആ പ്രാണൻ പോകുന്നതിന് തുല്യമല്ലേ? എനിക്ക് നല്ല പേടിയുണ്ട് ഗൗതം. ഇത്രയും നേരമായിട്ടും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? പറയാം. എന്റെ ക്യാബിനിലേക്ക് വരൂ. എന്താ ഗൗതം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? നീ വാ. ഇരിക്കൂ. എന്താ ഡോക്ടർ, അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീരിയസ് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ല ECG വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പ്രഷറും ഹൈ ആണ്. ഒരു മൈൽഡ് അറ്റാക്കിന്റെ ലക്ഷണമാണ് മനസ്സിലാക്കുന്നത്. അയ്യോ, കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലെന്ന് പറയാം. പക്ഷേ ഇനി അങ്ങോട്ട് പാർവതി അമ്മയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. കൃത്യമായി കാർഡിയാക് ചെക്കപ്പ് നടത്തണം. ഹാർട്ട് വീക്കാണെന്ന് ഒരു സംശയമുണ്ട്. വീട്ടിൽ ചെന്നാലും വലിയ ടെൻഷനൊന്നും ഉണ്ടാകാൻ നോക്കണം. വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നോ അതുപോലുള്ള ശ്രദ്ധ കാണിക്കണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനുള്ള അവസരം കുടുംബത്തിലുണ്ടാകണം. പിന്നെ ഈശ്വരമംഗലത്തുകാർക്ക് അവിടെ ടെൻഷൻ്റെ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒരു ദിവസത്തേക്ക് ഇവിടെ ഒബ്സർവേഷൻ ഇരിക്കട്ടെ. നാളെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ഇന്ന് അമ്മയെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ അത് കുറച്ച് ഉപകാരമായിരുന്നേനെ. അതെന്ത് പറ്റി? അതല്ല ഡോക്ടർ, അഡ്മിറ്റ് ആക്കിയ അത് അമ്മയ്ക്ക് സംശയമാവും. തൽക്കാലം ഹാർട്ട് വീക്കാണെന്നുള്ള കാര്യമൊന്നും അമ്മയെ അറിയിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഒരു 6 hours കഴിയട്ടെ. ഈവനിങ്ങോടുകൂടി പോകാൻ പറ്റുമോ നോക്കാം. ഓക്കെ? ഓക്കെ ഡോക്ടർ. ഞങ്ങൾക്ക് അമ്മ ഇപ്പോൾ ഒന്ന് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ? നിങ്ങൾ ICUവിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്താൽ മതി. സമയമാകുമ്പോൾ സിസ്റ്റർ ഒന്ന് വിളിച്ചോളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഈശ്വരമംഗലത്ത് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമില്ല എന്ന്. ഗൗതം, ഇനിയെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് ഒരു വിഷമവും വരാതെ നോക്കണം. നമ്മൾ എത്ര ശ്രമിച്ചാലും ആ പ്രണവും ശിവാനിയും വസുന്ധരാമ്മയും അതിനനുവദിക്കില്ലല്ലോ. ഇനിയൊരു പ്രശ്നം ആ വീട്ടിലുണ്ടായാൽ അമ്മ അത് എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല. അവരെന്തിനു തുനിഞ്ഞു വന്നാലും നമ്മളായിട്ട് അങ്ങൊഴിഞ്ഞു മാറണം. ആരുടെ മുന്നിൽ വേണമെങ്കിലും തോറ്റു കൊടുക്കാൻ നമുക്ക് വലുത് അമ്മയുടെ ജീവനാ. ഗൗതം വീട്ടിൽ ചെന്നാലും അമ്മയ്ക്കൊരു തലകറക്കം ഉണ്ടായിന്ന് മാത്രമേ എല്ലാവരോടും പറയാവൂ. അതെന്താ സത്യം പറഞ്ഞാല്? സത്യം പറഞ്ഞ ആ ശിവാനി തന്നെ അമ്മയോട് പറയും. അതും പോരാഞ്ഞിട്ട് അവള് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നീ പറഞ്ഞ ശരിയാ. അമ്മയുടെ ഈ അസുഖം വെച്ച്
ശിവാനി വിലപേശാൻ തുടങ്ങും. പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ഏതും എന്തും സമ്മതിച്ചു കൊടുക്കുന്നൊരു തോന്നൽ ശിവാനിക്കുണ്ടാവും. അതൊക്കെ അമ്മയ്ക്ക് ആപത്താണ്. ശരിയാ.